എന്നിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കാം, ഒരു ഗ്യാപ്പ് എടുക്കാം. പക്ഷെ അത് ഓവർ സ്ട്രെസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്കുകൾ കൂടിയതുകൊണ്ടൊന്നും അല്ല, ലൈക്ക് ഡിജിറ്റൽ ഡീടോക്സ്. പക്ഷെ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആഗ്രഹിച്ച് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഡിജിറ്റലി അത് എന്തുമാത്രം പോസിബിൾ ആണ് എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും കുറച്ച് ഫോൺ യൂസേജ് കുറയ്ക്കാം, വർക്കൗട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ കരുതി ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് വിന്ററാ. സോ വിന്റർ ആറിനെ കുറച്ച് ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ ജെമിനിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞത് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള വർഷത്തിന്റെ അവസാന 90 ദിവസങ്ങളെയാണ് വിന്റർ ആർ എന്ന് പറയുന്നത്. ബട്ട് വാട്ട് മേക്സ് വിന്റർ ആർ സോ സ്പെഷ്യൽ? എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് വിന്റർ ആർ ഈസ് എ ടൈം ടു ബീങ് പ്രൊഡക്റ്റീവ് ബൈ സ്റ്റോപ്പിംഗ് ബാഡ് ടൈംസ്. അതായത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ പയ്യെ കൊന്നുകൊണ്ടിരിക്കുന്ന ചില ശീലങ്ങൾ, ലൈക്ക് ജങ്ക് ഫുഡ്സ്, പ്രൊക്കാസ്റ്റിനേഷൻ, വാച്ചിങ് പോൺ, മാസ്റ്റുർബേഷൻ ഒക്കെ നിർത്തിയിട്ട് കുറച്ച് നല്ല ശീലങ്ങൾ അതിലേക്ക് റീപ്ലേസ് ചെയ്യുക. അതായത് റീഡിംഗ് ബുക്സ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ, ജിം, ഹാവിങ് ഹെൽത്തി ഫുഡ്, ഡിജിറ്റൽ ഡീടോക്സ്. അങ്ങനെ ബേസിക്കലി നമുക്ക് പറ്റില്ല മറ്റുള്ളവർ പറയുന്ന, ചിന്തിക്കുന്ന, നമുക്ക് തന്നെ തോന്നുന്ന, നമ്മൾ തന്നെ പലപ്പോഴായിട്ട് തുടങ്ങിയിട്ട് നിർത്തിവെച്ച, മാറ്റിവെച്ച പല കാര്യങ്ങളെയും നമുക്ക് തന്നെ കൊടുക്കുന്ന ചലഞ്ചാണ് വിന്റർ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശീലങ്ങളും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ലെറ്റ്സ് ടേക്ക് സ്മോളർ സ്റ്റെപ്സ്, ഡേ ബൈ ഡേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഡോണ്ട് വെയിറ്റ് until January 2026 തുടങ്ങുന്നതന്നെ നമ്മളൊക്കെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ വർഷമായാലും അങ്ങനെ ഉണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. നാളത്തേക്കോ അടുത്ത മൊമെന്റിലത്തേക്കോ അടുത്ത സെക്കൻഡിലത്തേക്കോ പോലും മാറ്റി വെക്കണ്ട, ഇപ്പൊ തുടങ്ങാം നമുക്ക്. ആൻഡ് മാനിഫെസ്റ്റ് ദ ഡേ, ഡ്രീം ദ മൊമെന്റ്, ആൻഡ് ഡോണ്ട് ലെറ്റ് ദ ഡ്രീം മേക്സ് യു സ്റ്റേ.